ഗുഡ് മോർണിംഗ്. ഇത് നമ്മൾ കെമിസ്ട്രി തന്നെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് 2 ഹോംവർക്ക്, കഴിഞ്ഞ ക്ലാസ്സിൽ 2 ഹോംവർക്ക് തന്നിരുന്നു അല്ലേ. ഇതാണ് മഗ്നീഷ്യം സൾഫറിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ബോർ മോഡലും വരയ്ക്കാനായിരുന്നു ഹോംവർക്ക്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാകുന്നതായിരുന്നു. നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക, ഞാൻ വരച്ച് കാണിച്ചില്ല, നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. മഗ്നീഷ്യം Mg1224 ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര കിട്ടി? 12 എന്ന് കിട്ടി. കാരണം ആറ്റോമിക് നമ്പർ 12 ആണ്. പ്രോട്ടോണുകളുടെ എണ്ണം 12 തന്നെ എന്ന് കിട്ടി. ന്യൂട്രോൺസുകളുടെ എണ്ണം എന്താ കിട്ടാ? 24 - 12. അപ്പോൾ എല്ലാത്തിൻ്റെയും 12 തന്നെയാണ് അല്ലേ. ഇലക്ട്രോൺസിൻ്റെ എണ്ണം 12, പ്രോട്ടോൺസിൻ്റെ എണ്ണം 12, ന്യൂട്രോൺസിൻ്റെ എണ്ണം 12. നെക്സ്റ്റ് വരയ്ക്കാം. ഇനി നോക്കാം നമുക്ക്. ഇതിനെ തന്നെയാണ് കിട്ടിയത്. നോക്കാം. കളർ ചോക്ക് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ബോർഡ് ക്ലിയർ ആവേണ്ടെന്ന് വിചാരിക്കുകയാണ്. ബോർഡ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പറയണം കേട്ടോ. എന്താണ് നടക്കാനുള്ളത്? നടക്കാൻ നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് ഉള്ളത് ആരൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും. പ്രോട്ടോണുകളുടെ എണ്ണം 12, ന്യൂട്രോണുകളുടെ എണ്ണം 12. 12 ഇലക്ട്രോൺസ് കൂടെ ഉണ്ട്. ആ ഇലക്ട്രോൺസിന് നമ്മൾ ഷെല്ലിലേക്ക് കൊടുക്കാൻ പോകുന്നു. കെ ഷെല്ലിൽ 2 പേരെ മേടിച്ചു. കെ എന്ന ഷെല്ലിൽ 2 പേരെ മേടിച്ചു. ഞാൻ ഡിഫറെൻറ്റ് കളർ യൂസ് ചെയ്ത് വരയ്ക്കുക വെച്ചാൽ നിങ്ങൾ ബുക്കിൽ പല കളർ യൂസ് ചെയ്ത് വരയ്ക്കേണ്ട കേട്ടോ. ഒറ്റ കളർ വേനയ്ക്ക് വരച്ചാൽ മതി. എനിക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡിഫറെൻറ്റ് കളർ ചോക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾ ചുവപ്പൻ നീലം പച്ച കൊണ്ടൊന്നും വരച്ച് വയ്ക്കരുത്. ഏത് പേനയാണ് യൂസ് ചെയ്യുക, ഏത് പെൻസിലാണ് യൂസ് ചെയ്യുക, അതുകൊണ്ട് തന്നെയാണ് വരച്ചാൽ മതി കേട്ടോ. എന്താണ് 12 ഇലക്ട്രോണിലെ 2 ഇലക്ട്രോണിലെ നമ്മൾ കെ മേടിച്ചു. ബാക്കി എത്രയുണ്ട്? 12 - 2 10 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 10 ഇലക്ട്രോണിലെ ആദ്യം വന്ന 8 ഇലക്ട്രോണിന് ആര് മേടിക്കും? നമ്മുടെ എൽ മേടിക്കും. നമുക്ക് എല്ലിൽ കയറ്റിയിരുത്താം. 8 ഇലക്ട്രോൺസ് 2, 3, 4, 5, 6, 7, 8. 8 ഇലക്ട്രോൺസിന് എല്ല് മേടിച്ചു. ബാക്കി എത്ര ഇലക്ട്രോൺസിൽ? 2 + 8 10 ഇലക്ട്രോൺസ്. 12 ഇലക്ട്രോൺസിൽ 10 ഇലക്ട്രോൺസിൽ നമ്മൾ ഫില്ല് ചെയ്തു. ബാക്കി എത്ര പേരുണ്ട്? ബാക്കി 2 ആൾക്കാരുണ്ട്. 2 ആൾക്കാർ എവിടേക്ക് പോവാ? 2 ആൾക്കാർ പോണത് എം എന്ന ഷെല്ലിലേക്കായിരിക്കും അല്ലേ. എമ്മിൽ 12 കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഇപ്പം 3 പോയാൽ മതി. ഇപ്പം നമുക്ക് 2 കിട്ടാൽ മതി. കാരണം നമ്മുടെ ഇലക്ട്രോണുകളുടെ എണ്ണം 12 ആണ് അല്ലേ. ഇങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രോണിക്. ഇങ്ങനെ തന്നെയാണ് കിട്ടിയത്. ബോർ മോഡൽ ഓഫ് എന്താണ് മഗ്നീഷ്യം ഇങ്ങനെ തന്നെയാണ് കിട്ടിയാണ്. ഇങ്ങനെയാണെന്ന് വിചാരിക്കണം. ഇങ്ങനെ തന്നെ തെറ്റുണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലും വ്യത്യാസം വന്നതെങ്കിൽ തെറ്റാണ്. എന്താണ്? എല്ലിൽ 2 ഇലക്ട്രോൺ, കെയിൽ 2 ഇലക്ട്രോൺ, എല്ലിൽ 8 ഇലക്ട്രോൺ, എമ്മിൽ 2 ഇലക്ട്രോൺ. ഇലക്ട്രോണുകളുടെ സ്ഥാനം മാറിയെന്ന് വെച്ചാൽ പ്രശ്നമില്ല കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് വരയ്ക്കാം. ഇപ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ ചെയ്താൽ 2, 8, 2. മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കെ എന്ന ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ എന്ന ഷെല്ലിൽ 8 ഇലക്ട്രോൺ, എം എന്ന ഷെല്ലിൽ 2 ഇലക്ട്രോൺ, 2, 8, 2. ഇങ്ങനെ തന്നെയാണ് കിട്ടിയത്. ഇങ്ങനെയായിരിക്കും കിട്ടിയത്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ തിരുത്തി വരയ്ക്കാം കേട്ടോ. മാറ്റി വരയ്ക്കാം. ഇനി അടുത്ത എലമെന്റ് ഏതായിരുന്നു? അടുത്ത എലമെന്റ് സൾഫർ ആയിരുന്നു അല്ലേ. സൾഫർ 36, 16. 36 അല്ല 32. നോക്കാം. ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 16. പ്രോട്ടോണുകളുടെ എണ്ണം 16. 16 തന്നെ അറിയാൻ പാടില്ലേ. ആറ്റോമിക് നമ്പറാണ് ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെ എണ്ണം. ന്യൂട്രോൺ ഈസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. 32 - 16 എത്രയാണ്? 16 തന്നെയാണ് അല്ലേ. 16 + 16 ആണ് 32. എന്താ വരയ്ക്കാം. പ്രോട്ടോണും ന്യൂട്രോണാണ് നടക്കുള്ളത്. എത്ര പ്രോട്ടോൺ? 16 പ്രോട്ടോണും 16 ന്യൂട്രോണും ഉണ്ട് അല്ലേ. നമ്മൾ ഷെല്ലിനെ നമുക്ക് 16 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 16 ഇലക്ട്രോൺസ് നമ്മൾ ഷെല്ലിലേക്ക് കൊടുക്കാൻ പോവാണ്. ഫസ്റ്റ് ഷെല്ലായൊക്കെ 2 എണ്ണത്തിന് മേടിച്ചു. 16 - 2 18 ഇലക്ട്രോൺസ് ഇനിയും ഇതിൽ കൊടുക്കാനുണ്ട് അല്ലേ. 18 ഇലക്ട്രോൺസിൽ എന്ത് ചെയ്യാം? നമുക്ക് ബാക്കിയുള്ള 8 ഇലക്ട്രോൺസിനെ ഇനി 16 - 2 18 ഉണ്ട് അല്ലേ. 60 ഇലക്ട്രോൺസ് ആണ് മൊത്തം വേണ്ടത്. 16 ഇലക്ട്രോൺസിൽ 2 ഇലക്ട്രോൺസ് നമ്മൾ ഇവിടേക്ക് കൊടുത്തു. 2 ഇലക്ട്രോൺസ് നമ്മൾ കെയിലേക്ക് കൊടുത്തു. ബാക്കി എത്രയുണ്ട്? 16 - 2 കെയുടെ 2. ബാക്കിയുള്ളത് 14 ഇലക്ട്രോൺസ് ആണ്. ആ 14 ഇലക്ട്രോൺസിൽ 8 ഇലക്ട്രോൺസ് നമ്മുടെ എല്ല് മേടിക്കും. 1, 2, 3, 4, 5, 6, 7, 8. 8 ഇലക്ട്രോൺസിനെ നമ്മുടെ ആര് മേടിച്ചു? എല്ല് മേടിച്ചു. ബാക്കി എത്രയുണ്ട്? ബാക്കി 14 14 - 8 എത്രയുണ്ട്?
ബാക്കിയുള്ള ഇലക്ട്രോൺസിന് നമ്മൾ എവിടേക്ക് കൊടുക്കണം? ബാക്കിയുള്ള ഇലക്ട്രോൺസിന് നമ്മൾ എം എന്ന ഷെല്ലിലേക്ക് കൊടുക്കാൻ പോകണം. ശരിക്ക് വരച്ചു തരാം. നല്ല വൃത്തിക്ക് അല്ലെങ്കിൽ കോമ്പസ് ഒക്കെ വരച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നോട്ട്ബുക്കിലൊക്കെ വരയ്ക്കാൻ പറ്റും. നമുക്ക് കോമ്പസ് വെച്ച് വരച്ച് ചെയ്യേണ്ട. വേണ്ട വരയ്ക്കുമ്പോൾ ശരിക്കും റൗണ്ട് പോലെ വരയ്ക്കണം. കോമ്പസ് ഒക്കെ വെച്ച് വരയ്ക്കാനുള്ള സമയം ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ കോമ്പസ് ഒക്കെ വെച്ച് നല്ല റൗണ്ട് നല്ല നീറ്റായിട്ട് വരച്ചു നോക്കാം. നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ടെക്സ്റ്റ് ബുക്കിലെ പോലെ തന്നെ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ എന്താ എത്രയാണ്? നമുക്ക് മൊത്തം ഇലക്ട്രോൺസ് 16 ആണ്. 2 ഇലക്ട്രോൺസിനെ കെ മേടിച്ചു. ബാക്കി എത്രയുണ്ട്? 16 - 2 14 ഇലക്ട്രോൺസിനെ വീണ്ടും കൊടുക്കണം. ആ 14 ഇലക്ട്രോൺസിന് 16 - 2 14 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? 14 ഇലക്ട്രോൺസിൽ കെ എത്ര മേടിക്കും? 8 ഇലക്ട്രോൺസിനെ കെ മേടിച്ചു. അപ്പം 8 ഇലക്ട്രോൺസ് കെ കൊടുത്ത് ബാക്കി എത്രയുണ്ട്? 14 - 8 6 ഇലക്ട്രോൺസ് ഉണ്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ 6 ഇലക്ട്രോൺസിനെ ആര് മേടിക്കണം? എം മേടിക്കണം. 1 2 3 4 5 6 അല്ലേ? നിങ്ങൾ മനസ്സിൽ നോക്കണമെന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പം എന്താണ് എങ്ങനെയാണ് വരുന്നത്? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്ക് ഞാൻ ചെയ്താൽ കെയിൽ 2 ഇലക്ട്രോൺ, എല്ലിൽ 8 ഇലക്ട്രോൺ, എമ്മിൽ 6 ഇലക്ട്രോൺ അല്ലേ? 16 ആയി നോക്കിയേ. 2 + 8 10 10 + 6 16 ഉണ്ട് ഇലക്ട്രോണുകളുടെ എണ്ണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആയിട്ട് കിട്ടി. അപ്പോൾ അത് ഈ കറക്റ്റാണ്. കെയിൽ 2 ഇലക്ട്രോൺ, 16 ഇലക്ട്രോണിലെ 2 ഇലക്ട്രോൺ കെയിലേക്ക് കയറി. ബാക്കി എത്ര ഇലക്ട്രോൺ ഇങ്ങനെ കണ്ടുപിടിക്കും? 16 - 2 14 ഇലക്ട്രോൺ ഉണ്ട്. 14 ഇലക്ട്രോണിൽ ആദ്യം തന്നെ 8 എണ്ണത്തിന് നമ്മുടെ എല്ല് അങ്ങോട്ട് മേടിച്ചു. അപ്പോൾ 14 എണ്ണത്തിൽ 8 എണ്ണത്തിന് എല്ല് മേടിച്ചു അല്ലേ? അപ്പോൾ ബാക്കി എത്രയാണ് ഉള്ളത്? 14 - 8 6 എണ്ണം ഉണ്ട്. ആ 6 എണ്ണത്തിന് നമ്മുടെ എമ്മും മേടിച്ചു. അപ്പം 2, 8, 6 ഇതാണ് എൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ല? എങ്ങനെയല്ലേ കിട്ടിയത് നിങ്ങൾക്ക്? അങ്ങനെയായിട്ടുള്ളൂ കിട്ടിയത്. അപ്പോൾ നമ്മൾ ആ സെക്ഷൻ കഴിഞ്ഞു. നമ്മൾ നോക്കാം അലൂമിനിയത്തിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അലൂമിനിയത്തിൻ്റെ 1327 അലൂമിനിയത്തിൻ്റെ ബോർ മോഡൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. നെക്സ്റ്റ് പേജ് നമ്പർ 21 തന്നിട്ടുണ്ട് അല്ലേ? അലൂമിനിയത്തിൻ്റെ ബോർ മോഡൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. പേജ് നമ്പർ 21 ഫസ്റ്റ് കാണുന്ന ഫിഗർ എന്താണ്? അലൂമിനിയത്തിൻ്റെ ഫിഗർ 1.8 എന്ന് പറയുന്നത് അലൂമിനിയത്തിൻ്റെ ബോർ മോഡലാണ്. ഇനി നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നമ്മൾ ഫില്ല് ചെയ്യണം. ആറ്റോമിക് നമ്പർ എത്രയാണ്? എന്താ കണ്ടുപിടിക്കാം? ആറ്റോമിക് നമ്പർ സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പാടില്ലേ? ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഒരു എലമെന്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആറ്റോമിക് നമ്പർ എത്രയാണ്? ലെഫ്റ്റില് താഴെ കാണുന്നതാണ് എൻ്റെ ആറ്റോമിക് നമ്പർ. അപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എത്ര എന്താ? 13 ആണ് ആറ്റോമിക് നമ്പർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? മാസ് നമ്പർ. മാസ് നമ്പർ ഏതാണ്? മുകളിൽ കാണുന്നതാണ് മാസ് നമ്പർ. നേരിട്ടുണ്ട് വെറുതെ എടുത്ത് എഴുതിയാൽ മതി അല്ലേ? വേറെ സ്റ്റെപ്പ് ഒന്നും ചെയ്യാനില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉത്തരം ക്വസ്റ്റ്യൻ തന്നെ കിടപ്പുണ്ട്. 13 ആണ് മാസ് നമ്പർ. 13 ആണ് ആറ്റോമിക് നമ്പർ. 27 ആണ് മാസ് നമ്പർ. തലതിരിച്ച് എഴുതി വെക്കരുത്. ഏറ്റവും അടി കിടക്കുന്നത് ആറ്റോമിക് നമ്പർ, മുകളിൽ കിടക്കുന്നത് മാസ് നമ്പർ. ആറ്റോമിക് നമ്പർ 13ഉം മാസ് നമ്പർ 17 27 കിട്ടി. ഇനി അടുത്ത് എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് എന്താണ്? ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചു അല്ലേ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആ ബോക്സിലേക്ക് അറിയാലോ. നമ്പർ ഓഫ് ബോക്സിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓർ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു എന്താണ്? ആറ്റോമിക് നമ്പർ. ആറ്റോമിക് സംഖ്യ തന്നെയായിരിക്കും എന്ത്? അതിലുള്ള ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം. അപ്പോൾ ഇതിൽ പ്രോട്ടോൺസ് എത്രയാണ്? ആറ്റോമിക് നമ്പർ എത്രയാണ്? 13 ആണല്ലേ? അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം എത്ര തന്നെയാണ്? 13 തന്നെ. 13. കാരണം എന്താ? ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഈ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രോട്ടോണുകളുടെ എണ്ണം എന്താണെന്ന് പഠിച്ചു നമ്മൾ? തുല്യമാണെന്ന് പഠിച്ചു. അപ്പോൾ എന്താ? ഒരു എലമെന്റ് തന്നിട്ട് അതിന് ആറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട് അല്ലേ? ആറ്റോമിക് നമ്പർ 13 തന്നിട്ടുണ്ട്. അതിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ടെന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി? ആ ആറ്റോമിക് നമ്പർ തന്നെ എടുത്ത് എഴുതിയാൽ മതി. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ചോദിക്കുകയാണെങ്കിലോ ആറ്റോമിക് നമ്പർ തന്നെയായിരിക്കും നമ്പർ ഓഫ് ഇലക്ട്രോൺസും. നമ്മൾ ബോർ മോഡൽ വരച്ചപ്പോൾ കണ്ടില്ലേ? ആറ്റോമിക് നമ്പർ തന്നെയാണ് നമ്മൾ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രോട്ടോണുകളുടെ എണ്ണാക്കി എടുത്തത്. പിന്നെ ആറ്റോമിക് നമ്പർ 13 ആയതുകൊണ്ട് ഇതിലെ പ്രോട്ടോൺസിൻ്റെ എണ്ണം 13 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ത് തന്നെയാണ്?
ആറ്റോമിക് നമ്പർ തന്നെയാണ്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 13 തന്നെയാണ് അല്ലേ. ഇലക്ട്രോണുകളുടെ എണ്ണം പ്രോട്ടോണുകളുടെ എണ്ണം ആറ്റത്തിൽ തുല്യമായിരിക്കും. അതെന്ന് പറയുന്നത് ആറ്റോമിക് നമ്പറിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ആ ബോക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ബോക്സ് പഠിച്ചില്ലേ, ആറ്റോമിക് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു ആറ്റോമിക് നമ്പർ. ആ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതെപ്പോഴും നിങ്ങൾ മറന്നു പോകാണ്ട് ഓർത്ത് വെക്കണം. ഈ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെ കണ്ടുപിടിക്കും? ന്യൂട്രോണുകൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇക്വേഷൻ ഉണ്ട് അല്ലേ, ആ ബോക്സ് തന്നെയുണ്ട്. നമ്പർ ഓഫ് ന്യൂട്രോൺ ഈസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. ന്യൂട്രോണുകളുടെ എണ്ണം എന്താണ്? ആറ്റോമിക്. മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് സംഖ്യ മൈനസ് ചെയ്യുക. മാസ് നമ്പർ എന്ത് വെച്ചിട്ട് ഡിനോട്ട് ചെയ്ത്? എ വെച്ചല്ലേ. മൈനസ് ആറ്റോമിക് നമ്പർ ഏത് വെച്ച് ഡിനോട്ട് ചെയ്ത്? സെഡ് വെച്ച്. പിന്നെ എ മൈനസ് സെഡ്. മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ നോക്കാൻ മതി. മാസ് നമ്പർ 27 ആണ്, ആറ്റോമിക് നമ്പർ 13 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെ കണ്ടുപിടിക്കും? 27 മൈനസ് 13 14. 14. അപ്പോൾ ഇവിടെ ന്യൂട്രോണുകളുടെ എണ്ണം 14. ഞാൻ അടുത്ത് ചോദിച്ചത് എന്താ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ചോദിച്ചത് അല്ലേ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് ഫിഗർ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫിഗറിൽ ജസ്റ്റ് കൗണ്ട് ചെയ്ത് എഴുതിയാലും മതി അല്ലേ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫിഗറിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബോർ മോഡൽ തന്നിട്ടുണ്ട്. അപ്പോൾ 1.8 നോക്കി നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞേ. ഫസ്റ്റ് ഷെല്ലായ കെയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഫിഗർ നോക്കണം കേട്ടോ. 2 ഇലക്ട്രോൺ. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയാണ് തന്നിരുന്നത് അല്ലേ. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഷെല്ലായ കെയിൽ എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ. സെക്കൻഡ് ഷെല്ലായ എല്ലില് 8 ഇലക്ട്രോൺ. തേർഡ് ഷെല്ലായ എമ്മില് 3 ഇലക്ട്രോൺ. 2, 8, 3. ഓക്കെ കണ്ടാ. 2 + 8 10, 10 + 3 13. ഇലക്ട്രോണുകളുടെ എണ്ണവും ആറ്റോമിക് നമ്പറിന്റെ എണ്ണം പ്രോട്ടോണുകളുടെ എണ്ണം ഒക്കെ 13 തന്നെയാണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതി? ഷെല്ലില് ഇലക്ട്രോൺസിന് എണ്ണി എഴുതി. ഫസ്റ്റ് ഷെല്ലായ കെയില് 2 ഇലക്ട്രോൺസ്. സെക്കൻഡ് ഷെല്ലായ എല്ലില് 8 ഇലക്ട്രോൺസ്. തേർഡ് ഷെല്ലായ എമ്മില് 3 ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2, 8, 3. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതണം. നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ട് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോണത് ഐസോടോപ്പുകളെ കുറിച്ചാണ്. അപ്പോൾ ഇത്രയും സബ്ഷൽ കോൺഫിഗറേഷൻ ബോർ മോഡലും എന്താണ് ഒക്കെ പഠിച്ചു അല്ലേ. ബോർ മോഡൽ ഇമ്പോർട്ടൻ്റ്. ഞാൻ വീണ്ടും പറയാണ്, ബോർ മോഡൽ വരയ്ക്കാൻ എന്തായാലും പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കും. ക്വസ്റ്റ്യൻ എല്ലാ കൊല്ലവും ചോദിക്കുന്നതാണ്. ബോർ മോഡൽ വരയ്ക്കാൻ നിങ്ങൾ പഠിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇപ്പോൾ കുറേ എക്സാമ്പിൾ ഞാൻ ചെയ്തു അല്ലേ. ടെക്സ്റ്റ് ബുക്ക് കാണിച്ചിരുന്ന എല്ലാ എക്സാമ്പിളും ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷനായി എന്തിലേക്ക് പോകണം? നമ്മൾ ഐസോട്ടോപ്സിലേക്ക് പോവാണ്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയാം ഞാൻ ഐസോട്ടോപ്പ് ആയിട്ട് എന്താന്ന്. അടുത്ത ഹെഡിങ് കേട്ടോ. അടുത്ത ഹെഡിങ് ആണ് ഐസോട്ടോപ്സ്. ഐസോടോപ്സ് ഐസോബാസ് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളെന്താ ഐസോടോപ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ വായിക്കാം. യു വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഡിറ്റർമൈൻസ് ദ എലമെന്റ്. എന്താണ്? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം നോക്കിയിട്ടാണ് അത് ഏത് എലമെന്റ് ആണെന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. താഴെ തന്നിരിക്കുന്ന ബോർ മോഡലാണ് താഴെ തന്നിരിക്കുന്നത് അല്ലേ. ആ താഴെ തന്നിരിക്കുന്ന ബോർ മോഡൽ നോക്കാനാണ് പറയുന്നത്. എന്താണ് ഫസ്റ്റിൽ എന്താണുള്ളത്? ജസ്റ്റ് വരയ്ക്കാം. ഒരു പ്രോട്ടോൺ, 2 ന്യൂട്രോൺ, ഇലക്ട്രോണുകളുടെ എണ്ണം 1 തന്നെ. ഇതാണല്ലോ നിങ്ങൾക്ക് തന്നെ 3 ഫിഗർ അല്ലേ. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. ഇതാണ് ഇതിൻ്റെ പേര്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. നിങ്ങൾക്ക് ഫിഗർ 1.9 കാണുന്നുണ്ടാവും അല്ലേ. നമുക്ക് നോക്കാം. ജസ്റ്റ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യത്തിൻ്റെ
കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് കൂടുതൽ ഐസോടോപ്സിൻ്റെ കാര്യം പറയാം. അപ്പോൾ നമുക്ക് പ്രോട്ടിയം, ഇതാണ് പ്രോട്ടിയം. ഡിറ്റീരിയം, ട്രീഷ്യം. സ്പെല്ലിംഗ് നോക്കിയതാണ് കേട്ടോ. പ്രോട്ടിയം, ഡിറ്റീരിയം, ട്രീഷ്യം. ഞാൻ തന്നെ പറയുന്നത് പ്രോട്ടിയം, ഡിറ്റീരിയം, ട്രീഷ്യം ഇതാണ് 3 ഐസോടോപ്പുകൾ നമുക്ക് തന്നത്. എന്താണ് അങ്ങനെ വിളിക്കാൻ കാരണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്തിട്ട് ഐസോടോപ്പ് എന്താണെന്നിലേക്ക് പോവാം. അപ്പോൾ നോക്കാം, പ്രോട്ടിയത്തിൻ്റെ ബോക്സ് കിടന്നിട്ടുണ്ട് അല്ലേ, ടേബിൾ 1.7 നോക്കാം. പ്രോട്ടിയത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പോവാണ്. ഇനി 3 കാര്യം നോക്കിയിട്ട് നിങ്ങൾക്ക് ഐസോടോപ്പ് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അതാണ് ഞാൻ ഇത് ആദ്യം പറയുന്നത്. പ്രോട്ടിയം നോക്കാം. നമ്പർ ഓഫ് പ്രോട്ടോൺസ്, പ്രോട്ടോൺസിൻ്റെ എണ്ണം എത്രയാണ്? ഇതെന്താണ് വിളിക്കുകയാണ്? ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ്, മാസ് നമ്പർ, ആറ്റോമിക് നമ്പർ. ഇപ്പം ആറ്റോമിക് നമ്പറിനെ Z എന്ന് എഴുതണേ, മാസ് നമ്പറിനെ A എന്നുമാണ് എഴുതുന്നത് ഷോർട്ട് ഫോമിൽ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി ഫില്ല് ചെയ്യാട്ടാ. ഇത് നോട്ട്ബുക്കിലേക്ക് വരയ്ക്കണം, വരച്ചിട്ട് ഈ ബോക്സും ഫില്ല് ചെയ്ത് നോട്ട്ബുക്കിൽ വരയ്ക്കണം ഐസോടോപ്സ് എഴുതിട്ടാ. അപ്പോൾ എന്താണ്, നമുക്ക് എണ്ണം നോക്കാം. എന്താണ് പ്രോട്ടിയത്തിലെ പ്രോട്ടോൺസിൻ്റെ എണ്ണം എത്രയാണ്? 1 അല്ലേ? ഫിഗർ നോക്കിയേ. പ്രോട്ടിയത്തിലെ പ്രോട്ടോണിൻ്റെ എത്രയാണ്? 1 പെയ്ന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമുക്ക് എന്ത് ചെയ്താം? നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ത് ചെയ്താം? 1. ഇനി ഇതിലെ ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 0. ന്യൂട്രോണിൻ്റെ എണ്ണം ഇങ്ങനെ 0 കിട്ടി. 0 എന്ന് തന്നിട്ടുണ്ട്. 0 എന്ന് പറഞ്ഞാൽ അതെന്താ? 0 ന്യൂട്രോൺ. ഇതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കിയേ. ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നതാണ് 1. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺ 1, നമ്പർ ഓഫ് ന്യൂട്രോൺ 0, നമ്പർ ഓഫ് ഇലക്ട്രോൺ 1. ഇതിൻ്റെ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും എത്രയാണെന്ന് ചോദ്യം. ആറ്റോമിക് നമ്പർ എത്രയായിരിക്കും? ഞാൻ പറഞ്ഞു ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ സംഖ്യയ്ക്ക് ഈക്വൽ ആണ് അല്ലെ. പ്രോട്ടോണിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ രണ്ടും ഈക്വൽ ആയിരിക്കുമല്ലോ. ഇവിടെ ആറ്റോമിക് നമ്പർ എത്രയായിരിക്കും? പ്രോട്ടോണിൻ്റെ എണ്ണോ രണ്ട് എടുത്താലും സെയിം 1 1 തന്നെയാണ് അല്ലേ. അപ്പോൾ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നതാണ് 1 ആണ് ആറ്റോമിക് നമ്പർ. മനസ്സിലായില്ലേ? ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺ. ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. രണ്ടും പ്രോട്ടോണുകളുടെ എണ്ണം ന്യൂട്രോണുകളുടെ എണ്ണം സെയിം ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണം നമ്മൾ ആറ്റോമിക് നമ്പറായിട്ട് എടുത്തു. ആറ്റോമിക് നമ്പറായ Z നമുക്ക് 1 കിട്ടി. ഇതിൻ്റെ സിമ്പിളാണ്, ആറ്റോമിക് നമ്പർ എന്നാണ്. ഞാൻ സ്ഥലമില്ലാത്തതാണ് Z എന്ന് എഴുതുന്നുള്ളൂ. മാസ് നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു മാസ് നമ്പർ ഇസ് ഈക്വൽ ടു, മാസ് നമ്പർ എന്താ പഠിച്ചേ? ബോക്സ് എന്താ പഠിച്ചേ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അതല്ല പഠിച്ചേ? പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും മൊത്തത്തിൽ അതിൻ്റെ തുകയാണ്, അതിൻ്റെ സമ്മാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ എത്ര പ്രോട്ടോൺ ഉണ്ട്? ഒരു പ്രോട്ടോൺ. എത്ര ന്യൂട്രോൺ ഉണ്ട്? 0 ന്യൂട്രോൺ. അപ്പോൾ മാസ് എത്രയാണ്? 1 + 0. നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ. 1 + 0 1. അപ്പോൾ മാസ് നമ്പർ എത്രയാണ്? 1. അപ്പോൾ പ്രോട്ടീയത്തിൻ്റെ കാര്യങ്ങൾ പഠിച്ചല്ലോ. പ്രോട്ടീയത്തിൻ്റെ പ്രോട്ടോൺ 1, ന്യൂട്രോൺ 0, ഇലക്ട്രോൺ 1. ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ നമ്പർ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ നമ്പർ. ഈ രണ്ട് നമ്പർ ഏത് ലെവലിലും സെയിം ആയിരിക്കും. ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രോട്ടോണുകളുടെ 1 ആണ്. അപ്പോൾ ആറ്റോമിക് നമ്പർ 1 ആയിട്ട് എടുക്കും. ഇനി മാസ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മാസ് നമ്പർ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയസിനുള്ളതിനെ സം ചെയ്യാം. 1 + 0 പ്രോട്ടോണുകളുടെ എണ്ണം, ന്യൂട്രോണുകളുടെ എണ്ണമാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രോട്ടീയത്തിലുള്ളത് ഒരു പ്രോട്ടോണും 0 ന്യൂട്രോണും ആണ് അല്ലേ. അപ്പോൾ 1 + 0 1. അപ്പോൾ നമ്മൾ പ്രോട്ടീയത്തിൻ്റെ കാര്യം പഠിച്ചു. ഡിറ്റീരിയത്തിൽ എന്തായിരിക്കും നോക്കാം. ഡിറ്റീരിയത്തിൽ എന്താണുള്ളത്? പ്രോട്ടോൺ എത്രയാണ്? ഒരു പ്രോട്ടോൺ. ന്യൂട്രോൺ എത്രയാണ്? ഒരു ന്യൂട്രോൺ അല്ലേ. ഈ ഇലക്ട്രോൺ എത്രയാണ്? ഒരു ഇലക്ട്രോൺ അല്ലേ. ഒരു പ്രോട്ടോൺ, ഒരു ന്യൂട്രോൺ, ഒരു ഇലക്ട്രോൺ. ഇതിൻ്റെ മാസ് നമ്പർ എത്രയാണ്? പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമായ 1. ഇതിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? ആറ്റോമിക് നമ്പർ 1 പഠിച്ചു. ഇനി മാസ് നമ്പർ എന്താണ്? മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഈ ന്യൂക്ലിയസിലുള്ളതിനെ ആഡ് ചെയ്താൽ മതി. 1 + 1 2. അപ്പോൾ മാസ് നമ്പർ നമുക്ക് 2 കിട്ടി. കിട്ടിയില്ല? അങ്ങനെ 2 കിട്ടിയത് പ്രോട്ടോണുകളുടെ എണ്ണം ന്യൂട്രോണുകളുടെ എണ്ണമാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ ഉള്ളത് 1 + 1. ഇത് ഒരു പ്രോട്ടോണാണ് ഇവിടെ ഉള്ളത്, ഒരു ന്യൂട്രോൺ കൂടെ ഉണ്ട്. 1 + 1 എന്ന് പറയുന്നത് 2 എന്ന് നമുക്ക് മാസ് നമ്പർ കിട്ടി. അപ്പോൾ രണ്ട് പ്രോട്ടീയത്തിൻ്റെയും ഡിറ്റീരിയത്തിൻ്റെയും കാര്യം പഠിച്ചു. ഇനി ട്രീഷ്യത്തിലേക്ക് പോകണം. ട്രീഷ്യത്തിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്? ഒരു പ്രോട്ടോൺ. എത്ര ന്യൂട്രോൺ ഉണ്ട്? 2 ന്യൂട്രോൺ അല്ലേ. ഇനി എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരു ഇലക്ട്രോൺ. പ്രോട്ടോൺ ഒരു പ്രോട്ടോൺ, 2 ന്യൂട്രോൺ, ഒരു ഇലക്ട്രോൺ. ഇലക്ട്രോൺ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ഇലക്ട്രോൺ. ഇനി ഇതിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്?
ആറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ അല്ലേ. പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നതാണ് ആറ്റോമിക് നമ്പർ. എപ്പോഴും പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണം ഈക്വൽ ആയിരിക്കും എന്ന് പഠിച്ചു. അപ്പോൾ ആറ്റോമിക് നമ്പർ എത്രയായിരിക്കും? 1 തന്നെ. മാസ് നമ്പർ എന്താണ്? മാസ് എന്ന് പറയുന്നത് ഞാൻ പഠിച്ചു നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. 1 + 2 3. അപ്പോൾ എന്താണ് ഇവിടെ മാസ് നമ്പർ എന്ന് പറയുന്നത് 3. ഈ ടേബിൾ ഫില്ല് ചെയ്യാൻ പഠിച്ചില്ല. സംശയം വരുന്നത് ആറ്റോമിക് നമ്പർ മാസ് നമ്പറിലായിരിക്കും വരാം. അപ്പോൾ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ, അത് രണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് നേരിട്ട് ഇലക്ട്രോണിൻ്റെ അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണം കിട്ടാന്നുണ്ടെങ്കിൽ ആറ്റോമിക് നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആ എണ്ണം തന്നെയായിരിക്കും ആറ്റോമിക് നമ്പർ അല്ലേ. ഇനി മാസ് നമ്പർ എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയസിലുള്ളതിൻ്റെ മൊത്തം മാസമാണ്. ന്യൂക്ലിയസ് ആരുള്ള പ്രോട്ടോണും ന്യൂട്രോണും. 1 + 0 1 ഇതാണ് ഇതിൻ്റെ മാസ്. ഇവിടെയാണെങ്കിൽ 1 + 1 2 അതാണ് അതിൻ്റെ ഡിറ്റീരിയത്തിൻ്റെ മാസ്. ട്രീഷ്യത്തിൻ്റെ മാസം എന്താണ്? 1 + 2 3. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി എന്താണ് വ്യത്യാസം എന്ന് നോക്കി ഞങ്ങൾ. ഇനിയാണ് നമ്മൾ ഐസോട്ടോപ്പ് എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? വിച്ച് ഈസ് ദ പാർട്ടിക്കിൾ ദാറ്റ് ഡിഫേഴ്സ് ഇൻ ഇറ്റ്സ് നമ്പർ ഇൻ ദീസ് ആറ്റംസ്. എന്താണ് ഏതാണ് നമ്പറിന് വ്യത്യാസമുള്ളത് നോക്കി. ഏത് പാർട്ടിക്കിളിൻ്റെ നമ്പറിനാണ് വ്യത്യാസമുള്ളത്? പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഒരു ആറ്റത്തിൽ 3 പാർട്ടിക്കിളുള്ളൂ അല്ലേ. പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും. ഈ പ്രോട്ടോണിനാണോ വ്യത്യാസം, ഇലക്ട്രോണിനാണോ വ്യത്യാസം, ന്യൂട്രോണിനാണോ വ്യത്യാസം എന്നാണ് ചോദ്യം. ഏതാണ്? പ്രോട്ടോൺ നോക്കിയേ 1 1 1. ന്യൂട്രോൺ നോക്കിയേ 0 1 2. ഇനി ഇലക്ട്രോൺ നോക്കിയേ 1 1 1. അപ്പോൾ ഏത് പാർട്ടിക്കിളിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത്? വ്യത്യാസം വന്നിട്ടുള്ള പാർട്ടിക്കിൾ ഏതാണ്? ന്യൂട്രോൺ അല്ലേ. ന്യൂട്രോണല്ലേ വ്യത്യാസം വന്ന് നോക്കിയേ 0 1 2 എന്നായി അല്ലേ. ബാക്കി രണ്ടും 1 1 1 1 1 1 ആണ്. പക്ഷെ ഇവിടെ ന്യൂട്രോണിൻ്റെ എണ്ണം ആദ്യത്തേൽ 0 ആയിരുന്നു, രണ്ടാമത്തേൽ 1 ആയി, ട്രീഷ്യത്തിൻ്റെ കേസിൽ ഇത് 2 ആയി. 0 1 2 ഇങ്ങനെ കിട്ടിയല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? What inference can you arrive at when the mass number and atomic number of these particles, these elements are examined? ഈ എലമെന്റ്സ് എക്സാമിൻ ചെയ്യുമ്പോൾ ഇവരുടെ മാസ് നമ്പറും ആറ്റോമിക് നമ്പറും എന്താണെന്ന് എന്തെങ്കിലും എന്താണ് ആറ്റോമിക് നമ്പർ മാസ് നമ്പർ നോക്കുക, അതിനുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ഈ എലമെന്റ്സിൻ്റെ ആറ്റോമിക് നമ്പർ മാസ് നമ്പർ നോക്കിയിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്നാണ് ചോദ്യം. ഇപ്പോൾ നോക്കിയേ, ആറ്റോമിക് നമ്പർ ഓഫ് പ്രോട്ടിയം 1, ഡ്യൂട്ടീരിയം 1, ട്രീഷ്യം 1. എല്ലാത്തിൻ്റെ ആറ്റോമിക് നമ്പർ ഓഫ് സെയിം ആണല്ലേ. ഈ 3 എലമെന്റിൻ്റെയും ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 1 1 ആണ്, സെയിം ആണ്. പക്ഷെ മാസ് നമ്പർ നോക്കിയേ, മാസ് നമ്പർ എന്ന് പറയുന്നത് 1 2 3 ആണ്. മാസ് നമ്പർ വ്യത്യാസമല്ലേ. ആറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പർ ഡിഫറെൻറ്റും ആണ്. അപ്പോൾ ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ഹാവിംഗ് സെയിം ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ ഈസ് കോൾഡ് ഐസോടോപ്സ്. എന്താണ്? സെയിം ആറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറും ആയ എലമെന്റ്സ് നമ്മൾ എന്തെന്ന് പറയും? ഐസോടോപ്പ് എന്ന് പറയും. ഒരു സെയിം എലമെന്റ്, ഇത് 3ഉം ഹൈഡ്രജന്റെ ഐസോടോപ്പാണ്. ഹൈഡ്രജൻ ഇലക്ട്രോൺ 1 ഉള്ളത് ഹൈഡ്രജൻ അല്ലേ. ഹൈഡ്രജൻ ആണ് ഇലക്ട്രോൺ 1 ഉള്ളത്. അപ്പോൾ ഇത് 3ഉം ഹൈഡ്രജന്റെ ഐസോടോപ്പാണ്. ഐസോടോപ്പ് എന്ന് പറയാൻ കാരണം എന്താ? ഇത് 3 എണ്ണത്തിനും സെയിം ആറ്റോമിക് നമ്പർ ആണ്, പക്ഷെ മാസ് നമ്പർ ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ സെയിം ആറ്റോമിക് നമ്പറും ഒരു എലമെന്റിന്റെ സെയിം ആറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറും വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഐസോടോപ്സ് എന്ന് പറയും. ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ എഴുതാം? ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് കേട്ടോ. അപ്പോൾ നെയിം ദ ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെ 3 ഹൈഡ്രജന്റെ ഐസോടോപ്സ് ആണ്. കാരണം എന്താ? ഹൈഡ്രജന്റെ ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണ് ഹൈഡ്രജനിൽ. അതാണ് ഹൈഡ്രജന്റെ ഐസോടോപ്പാന്ന് പറയാൻ കാരണം. അപ്പം ഈ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം ആർ ദ ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ എക്സാമിന് ഇങ്ങനെ ചോദിക്കും, വാട്ട് ആർ ദ ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ? നെയിം ദ ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ ഏതാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. ഇനി എന്താണ് ഐസോടോപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? പ്രോട്ടിയത്തിന് എങ്ങനെ എഴുതാം? ഹൈഡ്രജന്റെ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഹൈഡ്രജന്റെ എലമെന്റിന്റെ ആയതുകൊണ്ട് ഹൈഡ്രജൻ എഴുതി. ഇതിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 1. മാസ് നമ്പർ എത്രയാണ്? 1 അല്ലേ. അടുത്ത എലമെന്റ് എന്താ? ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയത്തിൽ ഹൈഡ്രജന്റെ ഐസോടോപ്പ് തന്നെയാണ്. അപ്പോൾ ഹൈഡ്രജൻ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതിന്റെ മാസ് നമ്പർ എത്രയാണ്? 1. മാസ് ആറ്റോമിക് നമ്പർ 1, മാസ് നമ്പർ 2 അല്ലേ. ട്രീഷ്യം എന്ന് പറയുന്നതും ഹൈഡ്രജൻ എന്ന എലമെന്റിന്റെ ഐസോടോപ്പാണ്. അതാണ് മാസ് നമ്പർ ആറ്റോമിക് നമ്പർ 1, മാസ് നമ്പർ 3. ഇങ്ങനെ കിട്ടിയെന്ന് നോക്കിയേ അല്ലേ. ആറ്റോമിക് നമ്പർ 1 ഇവിടെയാണെങ്കിൽ 1, ഇവിടെയും 1. മാസ് നമ്പർ പ്രോട്ടിയത്തിന്റെ കേസിൽ 1, ഡ്യൂട്ടീരിയത്തിന്റെ കേസിൽ 2, ട്രീഷ്യത്തിന്റെ കേസിൽ 3.
എന്തുകൊണ്ടാണ് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ആണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലായത്? ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ആണെന്ന് മനസ്സിലാകാൻ കാരണം എന്താണ്? ഇത് ഒരു ഇലക്ട്രോൺ ആണുള്ളത്, എപ്പോഴും ഹൈഡ്രജൻ ആണ് ഒരു ഇലക്ട്രോൺ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മളിത് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ആക്കി മാറ്റിയത്. അപ്പൊ നെയിം 3 ഐസോട്ടോപ്സ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടിയം, ഡിറ്റീരിയം, ട്രീഷ്യം. ഞാൻ ഐസോട്ടോപ്പ് എന്താന്ന് പറയാണ്. നിങ്ങൾ നോക്കിയേ, ഇതിപ്പോ ഈ മൂന്നെണ്ണം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും കാര്യം. നോക്കിയേ, സെയിം ആറ്റോമിക് നമ്പർ ആണ് അല്ലേ? 1 1 1. താഴെ കിടക്കുന്നതാണ് ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു. സെയിം ആറ്റോമിക് നമ്പറും മാസ് നമ്പർ നോക്കിയേ, ഡിഫറെന്റ് മാസ് നമ്പർ. അപ്പോൾ ഒരു എലമെന്റിന്റെ എന്താ ബോക്സിന്റെ, അതാണ് എൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ആ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം. താഴെ നിൽക്കുന്നതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ രണ്ട് കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ് ഹാവിങ് സെയിം ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ ആർ കോൾഡ് ഐസോട്ടോപ്സ്. എന്താണ് ഇത്? മൂന്നും ഹൈഡ്രജൻ എന്ന എലമെന്റിന്റെ ഇതല്ലേ, ആറ്റംസ് ആണ്. സെയിം എലമെന്റിന്റെ ആണ്. അതിനെന്താണ്? സെയിം എലമെന്റിന്റെ ആറ്റംസിന് ഡിഫറെന്റ് മാസ് നമ്പറും 1 2 3 സെയിം ആറ്റോമിക് നമ്പറും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ഐസോട്ടോപ്സ് എന്ന് പറയും. ഒരു എലമെന്റിന്റെ ആറ്റംസിന് സെയിം ആറ്റോമിക് നമ്പർ ആൻഡ് ഡിഫറെന്റ് മാസ് നമ്പർ, സെയിം ആറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറുമായ എന്താണ് ആറ്റത്തിന് നമ്മൾ എന്ത് പറയുന്നതാണ്? ഐസോട്ടോപ്സ്. അപ്പൊ എന്താ ഐസോട്ടോപ്സ് എന്ന് പറയുന്നത്? സെയിം ആറ്റോമിക് നമ്പർ, ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ഹാവിങ് സെയിം ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. എല്ലാത്തിന്റെ ആറ്റോമിക് നമ്പർ 1 ആണ്, മാസ് നമ്പർ 1 2 3. അപ്പൊ ആറ്റോമിക് നമ്പറൊക്കെ സെയിമും മാസ് നമ്പറൊക്കെ ഡിഫറെന്റും ആയ എന്താണ് എന്നെ പറയുന്ന പേരാണ് ഐസോട്ടോപ്സ്. അപ്പൊ ഐസോട്ടോപ്സ് എന്താണെന്ന് പഠിച്ചു. താഴെ കൊടുത്തെന്ന് നോക്കുക. പ്രോട്ടിയം, ഡിറ്റീരിയം, ട്രീഷ്യം ആർ ഐസോട്ടോപ്സ് ഓഫ് ഹൈഡ്രജൻ. കാരണം എന്താണ്? ഒരു ഇലക്ട്രോൺ ഉള്ളൂ അല്ലേ? ആ ഒരു ഇലക്ട്രോൺ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് മൂന്നും ഹൈഡ്രജന്റെ ഐസോട്ടോപ്സ് ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നെയിം ദ ഐസോട്ടോപ്സ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ 3 ഐസോട്ടോപ്സ് ആണ് പ്രോട്ടിയം, ഡിറ്റീരിയം, ട്രീഷ്യം. ഈ 3 പേരും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. അതിന്റെ സിമ്പിളാണ് താഴെ തന്നത്, പ്രോട്ടിയം, ഡിറ്റീരിയം, ട്രീഷ്യം. ഞാൻ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. മാസ് നമ്പർ ഡിഫറെന്റും ആറ്റോമിക് നമ്പർ സെയിമും. Isotope of an element shows significant difference in their physical properties, but the chemical properties are same. എന്താണ്? ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ട് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഈ ഐസോട്ടോപ്സിൻ്റെ ഒക്കെ സെയിം ആണ്. ഇനി എന്താണ്? കാർബണിന് 3 ഐസോട്ടോപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഹൈഡ്രജന്റെ 3 ഐസോട്ടോപ്പ് ഏതാണ്? ഹൈഡ്രജന്റെ 3 ഐസോട്ടോപ്പ് ആണ് പ്രോട്ടിയം, ഡിറ്റീരിയം, ട്രീഷ്യം. ഹൈഡ്രജന്റെ. കാർബണിന്റെ 3 ഐസോട്ടോപ്പുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. കാർബണിന്റെ 3 ഐസോട്ടോപ്പാണ് കാർബൺ 12, കാർബൺ 13 ആൻഡ് കാർബൺ 14. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാർബൺ 12, കാർബൺ 12, കാർബൺ 13, കാർബൺ 14. അത് 3 കാർബണിന്റെ ഐസോട്ടോപ്പുകൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കാർബൺ 13, കാർബൺ 12, കാർബൺ 13, കാർബൺ 14. സിമ്പിൾ എങ്ങനെ ചെയ്താൽ നമുക്ക് ഞാൻ പറഞ്ഞു. ഹൈഡ്രജന്റെ 3 കാര്യം പഠിച്ചു. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐസോട്ടോപ്പ് ഓഫ് കാർബൺ. ഐസോട്ടോപ്പ് എന്താണെന്ന് പഠിച്ചു. ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് സെയിം ആറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും ഉള്ള ഒരു സെയിം എലമെന്റിന്റെ 3 ആറ്റത്തിന് സെയിം ആറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഐസോട്ടോപ്പ് എന്ന് പഠിച്ചു. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? പ്രോട്ടിയം, ഡിറ്റീരിയം, ട്രീഷ്യം. അതിന്റെ സിമ്പിൾ നമ്മൾ കണ്ടു. നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർബണിന്റെ ഐസോട്ടോപ്പുകളെ കുറിച്ചാണ്. കാർബണിന് 3 ഐസോട്ടോപ്പാണ് ഉള്ളത്. കാർബൺ 12, കാർബൺ 13 ആൻഡ് കാർബൺ 14. അതിങ്ങനെ നമുക്ക് നോക്കാം. കാർബൺ 12, കാർബൺ 13, കാർബൺ 14. സിമ്പിൾ എന്താ? സിമ്പിൾ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? 12C6. എന്താണ്? കാർബൺ 6 ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ 12. ഇനി 13 എന്താണ്? എങ്ങനെ എഴുതാം? 6C6 13. ഇനി 14 എങ്ങനെ എഴുതാം? C6 14. ഡിഫറെന്റ് എന്താണ്? ഡിഫറെന്റ് മാസ് നമ്പർ. ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് സെയിം ആറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും ഉള്ള ഒരു എലമെന്റിന്റെ ആറ്റംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോട്ടോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഐസോട്ടോപ്പിന്റെ ഡെഫിനിഷൻ ആ ബോക്സ് ഉള്ളത് എഴുതാ. പ്രോട്ടിയം, ഡിറ്റീരിയം, ട്രീഷ്യത്തിന്റെ കാര്യം എഴുതാ.
കാർബൺ ഐസോട്ടോപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ കാർബൺ ഐസോട്ടോപ്പും അതിൻ്റെ സിമ്പിളും എഴുതാം. ഇങ്ങനെയാണ് ഐസോട്ടോപ്പിനെ തിരിച്ചറിയാം. സെയിം ആറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറും ആണെന്നുണ്ടെങ്കിലാണ് ഒരു ഐസോട്ടോപ്പ് ആവാം. സെയിം എലമെന്റ് എന്ന് വെച്ചാൽ സെയിം എലമെന്റിന്റെ ആണെന്ന് വെച്ചാൽ 3 കാർബണിന്റെ അല്ലേ, കാർബൺ 12, കാർബൺ 13, കാർബൺ 14. സെയിം എലമെന്റിന്റെ ആറ്റത്തിനൊക്കെ 6 സെയിം എലമെന്റിന് എന്താണ് ആറ്റോമിക് നമ്പറൊക്കെ സെയിമും മാസ് നമ്പറൊക്കെ ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? അതിന് ഐസോട്ടോപ്പ് എന്ന് പറയും. ഹൈഡ്രജന്റെ 3 ഐസോട്ടോപ്പ് ഏതാണെന്ന് പറയാം. ഹൈഡ്രജന്റെ 3 ഐസോട്ടോപ്പ് പ്രോട്ടീൻ, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. കാർബണിന്റെ 3 ഐസോട്ടോപ്പ് കാർബൺ 12, കാർബൺ 13 ആൻഡ് കാർബൺ 14. ഇത് എക്സാമിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. എല്ലാ എക്സാമിനും എന്തായാലും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഐസോട്ടോപ്പ് വന്നിട്ട് അതിൻ്റെ കാര്യം ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഇനി താഴെ തന്നെയാണെങ്കിൽ എന്താണ് ഈ കാർബൺ ഐസോട്ടോപ്സ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് തന്നിട്ടുണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂസസ് ഓഫ് വാട്ട് ആർ ദ യൂസസ് ഓഫ് ഐസോട്ടോപ്സ് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ കാർബൺ 14, കാർബൺ 13, കാർബൺ 12 ഐസോട്ടോപ്പ് ഉണ്ട്, ഏത് ഫീൽഡിലാണ് യൂസ് ചെയ്യാൻ ചോദിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ കൊടുത്തിട്ടുണ്ട്. എന്നാ നോക്കാം. Isotopes are of great importance in diverse field. Deuterium, the isotope of hydrogen, is used in atomic reactors. Deuterium എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ആണ്. അത് നമ്മൾ ആറ്റോമിക് റിയാക്ടേഴ്സിൽ യൂസ് ചെയ്യുന്നതാണ്. ആറ്റോമിക് റിയാക്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന ഐസോട്ടോപ്പ് ആണ് ഡ്യൂട്ടീരിയം. അത് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ആണ്. എന്താണ് കാർബണിന്റെ ഐസോട്ടോപ്പ് 12, 13, 14 ആണ്. അല്ല 14 കാർബൺ 14 എന്ന് പറഞ്ഞ ഐസോട്ടോപ്പ് യൂസ് ചെയ്യുന്ന ടു ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് ദ ഫോസിൽസ് ആൻഡ് പ്രീ ഹിസ്റ്ററിക് ഒബ്ജക്ട്സ്. പഴയ കാലത്ത് അല്ലേ ഗവേഷണം നടത്തുന്നവർ കാലത്ത് പഴക്കൊക്കെ ഒരു ഒബ്ജക്റ്റിന്റെ പഴക്കൊക്കെ കണ്ടുപിടിക്കാൻ ഏത് ഐസോട്ടോപ്പ് യൂസ് ചെയ്യുന്നത്? ഐസോട്ടോപ്പ് 14 കാർബൺ 14 എന്ന ഐസോട്ടോപ്പാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിറ്റീരിയം എന്താണ്? ഡിറ്റീരിയം ഇസ് എ ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ യൂസ്ഡ് ഇൻ ആറ്റോമിക് റിയാക്ടേഴ്സ്. അപ്പോൾ എവിടെയാണ് യൂസ് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. ടീരിയം ഈസ് യൂസ്ഡ് എവിടെയാണ് ടീരിയത്തിൻ്റെ യൂസേജ്? എന്താണ്? ഈ ആറ്റോമിക് റിയാക്ടേഴ്സിലാണ് ടീരിയത്തിൻ്റെ യൂസേജ്. കാർബൺ 14 യൂസേജ് എന്താണ്? കാർബൺ 14 യൂസേജ് എന്ന് പറയുന്നത് ടു ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് പ്രീ ഹിസ്റ്റോറിക്കൽ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഫോസിൽസ്. അസ്ഥി കൂടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തോരം കാലം പഴക്കമുണ്ടെന്ന് ചെക്ക് ചെയ്യുന്നത് ഏത് ഐസോട്ടോപ്പ് വെച്ചാണ്? കാർബൺ 14 എന്ന ഐസോട്ടോപ്പ് വെച്ചാണ് അത് ചെക്ക് ചെയ്യുന്നത്. ഐസോട്ടോപ്പ് ഓഫ് ഫോസ്ഫറസ്. ഇനി വേറെ ഐസോട്ടോപ്പിനെ പറയുന്നത് എല്ലാത്തിനും ഐസോട്ടോപ്സ് ഉണ്ടാവും. നമ്മൾ മെയിനായിട്ട് ഹൈഡ്രജൻ്റെ കാർബൺ ഐസോട്ടോപ്സ് ആണ് പഠിച്ചത്. ഈ ഫോസ്ഫറസിൻ്റെ ഐസോട്ടോപ്പിൻ്റെ കാര്യം കൂടി പറയുന്നുണ്ട്. ഫോസ്ഫറസ് 31 ഈസ് യൂസ്ഡ് ആസ് ട്രേസസ് ഫോർ ഐഡന്റിഫൈ ന്യൂട്രിയൻ എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. എന്താണ്? ഈ പ്ലാന്റ്സിലുള്ളൊക്കെ ന്യൂട്രിയൻസ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പഠിക്കുന്നത് എന്താണ്? പ്ലാന്റ്സിൽ ന്യൂട്രിയൻസ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടല്ലോ, റൂട്ട്, സ്റ്റെം, ലീഫൊക്കെ ആയിട്ട്. അതിനെക്കുറിച്ചൊക്കെ പഠിക്കേണ്ട ഏത് ഐസോട്ടോപ്പ് വെച്ചാണ്? ഫോസ്ഫറസ് 31 എന്ന് പറഞ്ഞ ഐസോട്ടോപ്സ് വെച്ചാണ് ന്യൂട്രിയൻസ് എക്സ്ചേഞ്ച്, പ്ലാന്റ്സിലെ ന്യൂട്രിയൻസ് എക്സ്ചേഞ്ച് പഠിക്കുന്നത് ഫോസ്ഫറസ് 31 എന്ന് പറഞ്ഞ ഐസോട്ടോപ്പ് വെച്ചാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വേറെ 2 ഐസോട്ടോപ്പുകളുടെയും കാര്യം പറയുന്നുണ്ട്. എന്താണ് വേറെ 2 ഐസോട്ടോപ്പുകളുടെ കാര്യം പറയുന്നത്? അയഡിൻ 131. ഇത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓരോ പേരെടുത്ത് നിങ്ങൾ എഴുതി വെക്കണം. Iodine 131 and cobalt 60 are used in medical field for diagnosis and treatments of ailment like cancer and tumor. അപ്പോൾ ക്യാൻസറിനെയും ട്യൂമറിനെയൊക്കെ ചികിത്സയ്ക്ക് യൂസ്. അപ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടൊരു ഐസോട്ടോപ്സ് ആണ് അയഡിൻ്റെ 131 കോബാൾട്ടിൻ്റെ 60. അപ്പോൾ വാട്ട് ആർ ദ യൂസസ് ഓഫ് ദ ഐസോട്ടോപ്സ്? അയഡിൻ 131 അല്ലെങ്കിൽ കോബാൾട്ട് 60 ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഈ ഐസോട്ടോപ്പുകളുടെ യൂസേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വീണ്ടും പറയുന്നത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് കറക്റ്റായിട്ട് എഴുതി വെക്കണം. Iodine 131 and cobalt 60 are used in medical field. എന്താണ്? ക്യാൻസറിൻ്റെയും ട്യൂമറിൻ്റെയും ചികിത്സയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന 2 ഐസോട്ടോപ്പുകളാണ് അയഡിൻ 131 കോബാൾട്ട് 60. ഇനി അടുത്താണ് യുറേനിയം. യുറേനിയം 235 എന്താണ്? ഒരു ആറ്റോമിക് റിയാക്ടേഴ്സിലെ ഫ്യൂവലായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ്? ആറ്റോമിക് റിയാക്ടേഴ്സ് അല്ല, ആറ്റം ബോംബൊക്കെ ഉണ്ടാക്കാൻ ഈ ആറ്റോമിക് റിയാക്ടേഴ്സ് അതിലൊക്കെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത് യുറേനിയാണ്. യുറേനിയം 235. അതുപോലെ നമ്മൾ ഏതും പഠിച്ചു. ഡ്യൂട്ടീരിയം ആറ്റോമിക് റിയാക്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന ഐസോട്ടോപ്പാന്ന് പഠിച്ചു അല്ലേ. സിമ്പിൾ ഓഫ് സെർട്ടൺ എലമെന്റ്സ് ആർ ഷോൺ ഇൻ ദ ബിലോ. നമ്പർ ഓഫ് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അത് നിങ്ങൾ എന്താ ചെയ്യുക? ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? അതൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഓക്സിജന്റെ 3 ഐസോട്ടോപ്സ് ആണ് തന്നേണ്ടത്. കണ്ടോ? O15-8, O16-8, O17-6. അപ്പോൾ അതിൻ്റെ 3 എന്താണ്? ആ ടേബിൾ ഒന്ന് ന്യൂട്രോൺസിൻ്റെ, ഇലക്ട്രോൺസിൻ്റെ, പ്രോട്ടോൺസിൻ്റെ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കി. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്താണ് പറയുന്നത്? അപ്പോൾ ഐസോടോപ്സ് എന്ന് പറയുന്നത് എന്താണ്? ഐസോ ബാർ ഉണ്ട്, ഐസോടോൺ ഉണ്ട്. ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ നമ്മൾ ഐസോടോപ്പിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഐസോടോപ്പ് എന്ന് പറയുന്നതാണ് ഒരു എലമെന്റിന്റെ ആറ്റത്തിന് സെയിം മാസ് നമ്പറും സെയിം ആറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പർ. അത് മാറിപ്പോലെ ഞാൻ പറയുമ്പോൾ തന്നെ മാറിപ്പോണ്ടല്ലേ. നിങ്ങൾ ഓർത്ത് വയ്ക്കുമ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കണം. സെയിം ആറ്റോമിക് നമ്പർ ഡിഫറെന്റ് മാസ് നമ്പർ, അതാണ് ഐസോടോപ്പ്. സെയിം ആറ്റോമിക് നമ്പർ ഡിഫറെന്റ് മാസ് നമ്പർ. അത് അങ്ങോട്ട് തെരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഫുൾ ഡെഫിനിഷൻ തെറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ
ഇത്രയും കാര്യം പഠിച്ചു. എന്താണ് ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം പഠിച്ചത്? നമ്മൾ ഐസോടോപ്സ് ആണ് ഇന്ന് ഇമ്പോർട്ടൻറ്റ് കാര്യം പഠിച്ചത്. പിന്നെ അപ്പോൾ എന്താ ഐസോടോപ്സ് എന്താണ്? ഐസോടോപ്സ് എന്ന് പറയുന്നത് ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്. എന്താണ്? ഹൈഡ്രജൻ തന്നെയാണ് 3 അല്ലെങ്കിൽ കാർബൺ തന്നെയാണ് 3 അല്ലേ? അതാണ് സെയിം എലമെന്റ് എന്ന് പറയുന്നത്. ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ഹാവിങ് സെയിം ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ ആർ കോൾഡ് ഐസോടോപ്സ്. മനസ്സിലായി? ഐസോടോപ്പുകൾ എന്താണെന്ന് മനസ്സിലായി. പിന്നെ ഹൈഡ്രജന്റെ 3 ഐസോടോപ്പുകൾ പഠിച്ചു: പ്രോട്ടീൻ, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. ഈ കാർബണിന്റെ 3 ഐസോടോപ്പ് പഠിച്ചു: കാർബൺ 12, കാർബൺ 13, കാർബൺ 14. അതിന്റെ യൂസേജ് പഠിച്ചു. പിന്നെ കുറച്ച് എന്താണ് ഫോസ്ഫറസ് 31 എന്തിനാണ് പഠിച്ചത്? എന്താണ് ന്യൂട്രിയന്റ് എക്സ്ചേഞ്ചിൻ പാൻസ് കണ്ടുപിടിക്കുന്ന ഫോസ്ഫറസ് 31 എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യും. പിന്നെ അയഡിൻ 131ഉം കോബാൾട്ട് 16 മെഡിക്കൽ ഫീൽഡിൽ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്ന ഐസോടോപ്സ് ആണ്. യുറേനിയം 235 ആറ്റോമിക് റിയാക്ടേഴ്സിന്റെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ബുക്കിലേക്ക് എഴുതി വെക്കണം. നിങ്ങൾക്ക് ജസ്റ്റ് ഈ ടേബിൾ 1.9 നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നേരത്തെ ചെയ്ത കാര്യം തന്നെയാണ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഐസോ ബാർ എന്താണെന്ന് നോക്കാം, ഐസോ ടോണൊക്കെ എന്താണെന്ന് നോക്കാം. താങ്ക് യു.